ഹലോ എവ്രി വൺ. അപ്പോൾ ഞങ്ങളിന്ന് ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങളുടെ ലഞ്ചിന് മട്ടോക്കെ സോസാണ്. ഈ കാണുന്ന വാഴയ്ക്കയാണ് മട്ടോക്കെ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങളീ കാണുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. ആദ്യമായിട്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. ഇത് പീൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓയിലൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം ഇതിൻ്റെ കറയൊക്കെ പറ്റി കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ അപ്ലൈ ചെയ്യും. ഞാൻ ഓയിലൊക്കെ അപ്ലൈ ചെയ്തു. അതിനുശേഷം പീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുന്നത് പോലെ വലിയ എളുപ്പപ്പണിയൊന്നും അല്ല ഇത് പീൽ ചെയ്തെടുക്കുക എന്നുള്ളത്. ഇച്ചിരി കഷ്ടപ്പാടാണ്. മട്ടോക്കെ കൊണ്ടുള്ള ഈ ഒരു ഫുഡ് വളരെ കോമൺ ആണ് ഇവിടെ യുഗാണ്ടയിൽ. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ളൊരു ഫുഡാണ്. പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫുഡാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു ഐറ്റമാണ് മട്ടോക്കെ സോസ്. അങ്ങനെ ഇതാ ഇവിടെ പീലിംഗ് ഒക്കെ കഴിയാറായി. ഇതിനെ വാഷ് ചെയ്ത് രണ്ടാക്കി മുറിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അതെ, ഇതും റെഡി ആയിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ പെപ്പർ, ടൊമാറ്റോ, ഓണിയൻ ഇതെല്ലാം കട്ട് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണ്. അടുത്ത കുക്കിംഗ് ആണ്. ഒരു സോസ് പാൻ വയ്ക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇച്ചിരി എണ്ണ ഒഴിച്ച്, പക്ഷേ ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. എന്തായാലും പോട്ടെ. അപ്പോൾ സോസ് പാൻ വെച്ചു, ഇച്ചിരി എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞ് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഓണിയനാണ് ആദ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു ഫുഡാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഫുഡും കൂടെയാണ്. അങ്ങനെ നമ്മുടെ ജിഞ്ചർ കുറച്ച് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഓണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയമുണ്ട്. അപ്പം നമുക്ക് ബെൽ പെപ്പർ, ഗ്രീൻ പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ്, അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷും കൂടെയാണിത്. യുഗാണ്ടയിൽ നോർമലി എല്ലാ ആൾക്കാരും ഉണ്ടാക്കുന്നൊരു ഫുഡാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഡോഡോ ഒക്കെ ആഡ് ചെയ്യും. ഡോഡോ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻസ് ഒക്കെ നമ്മുടെ ചീരയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ ടൊമാറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇച്ചിരി സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മട്ടൊക്കെ ഇട്ട് എടുക്കാം. പക്ഷേ ഇച്ചിരി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് റായ്ക്കോ എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട് ഇവിടെ, ഒരു പൗഡർ, ഒരു മിക്സിങ് മസാല പോലെ ഒരു സംഗതിയാണ്. അപ്പം അതും കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഒരു ടേസ്റ്റും കളറും ഒക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ആഡ് ചെയ്തു. ഇനി ഇതൊന്ന് മിക്സായി ഒന്ന് വരാൻ വേണ്ടിയിട്ടൊരു 2 മിനിറ്റ് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മട്ടൊക്കെ ആഡ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന മട്ടൊക്കെ ആഡ് ചെയ്തു. വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തൊരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വെള്ളവും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു സോസ് മാതിരിയാണ് വരുന്നത്. വെള്ളവും കൂടി ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മട്ടോക്കെ സോസ് റെഡിയാവും. അപ്പോൾ എനിക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മട്ടോക്കെ സോസ് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. നല്ലപോലെ നല്ല ടേസ്റ്റാണ്, നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടോക്കെ സോസ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ ഞാനൊന്ന് കുത്തി നോക്കി. അപ്പോൾ നന്നായിട്ട് മട്ടൊക്കെ വെന്ത് റെഡിയായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി മട്ടൊക്കെ സോസ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ ആളിവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് ഇങ്ങനെയാണ് കഴിക്കുന്നത്. മട്ടൊക്കെ സോസ് ഇതൊരു ഡിഷാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ വേറൊന്നും ആഡ് ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ ഇസ്മയാണ് ഇന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെയാണ് കഴിക്കുന്നത്. നല്ല ചൂടുണ്ട്. ഇസ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ആ മട്ടോക്കെ സോസും എനിക്കും ഇഷ്ടപ്പെട്ടു.
നല്ല അടിപൊളി മട്ടോക്കെ സോസുമായിട്ടാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടിപൊളി വീഡിയോസായിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ.